കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണക്കിലത്തെ കളികളുമായിട്ടാണ്. കളികളിലൂടെ കണക്ക് പഠിച്ചാലോ? എന്ത് രസമായിരിക്കും അല്ലേ? നമുക്ക് ആസ്വദിച്ച് ചെയ്യാം. റെഡിയല്ലേ? തുടങ്ങാം. മൂന്നക്ക സംഖ്യയുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ? സംഖ്യകളെ എങ്ങനെ അറേഞ്ച് ചെയ്യും, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 2 മൂന്നക്ക സംഖ്യകളുടെ താരതമ്യം, കമ്പാരിസൺ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, 2 മൂന്നക്ക സംഖ്യയുടെ താരതമ്യം നമുക്ക് നോക്കാം. എടുക്കാം. സംഖ്യകൾ നിങ്ങൾ കണ്ടോ? ഞാൻ വായിച്ചു തരാം. 476, 581. അപ്പം ഞാനിത് മലയാളത്തിൽ വായിച്ചു തരാം. 476, 551. അപ്പം ഇത് രണ്ടുമാണ് സംഖ്യ. ഇതെങ്ങനെ ഓർഡർ ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേതാ വലുത് ചെറുത്? അതിന് നമുക്കൊരു ബോക്സ് എടുക്കാം. അതിനായി നമ്മളൊരു ബോക്സ് എടുത്തിരിക്കുന്നു. സ്മോൾ, ലാർജ്, സ്മോൾ, ലാർജ്. ഇതിലേതാ ചെറുത്? ഇതിലേതാ വലുത്? പറയൂ. എങ്ങനെ കണ്ടുപിടിക്കും? 100ൻ്റെ സ്ഥാനം നോക്കണം. ഇത് 4, ഇത് 5. അപ്പോൾ 5 വലുത്, 4 ചെറുത്. അപ്പോൾ ഇത് കറക്റ്റാണെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നക്ക സംഖ്യയുടെ വേറെ 2 എടുക്കാം. എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് വായിക്കട്ടെ. 465, 465. 455, 455. ഇനി ഏതാ വലുതെന്ന് നമുക്ക് നോക്കാം. 100ൻ്റെ സ്ഥാനം നോക്കാം. ഇത് 4, ഇവിടുത്തെ 100ൻ്റെ സ്ഥാനത്ത് 4, ഇവിടുത്തെ 100ൻ്റെ സ്ഥാനത്ത് 4. 100ൻ്റെ സ്ഥാനം സെയിം ആണ്. അപ്പോൾ 10ൻ്റെ സ്ഥാനമാണോ അതോ 1ൻ്റെ സ്ഥാനമാണോ നോക്കണ്ടേ? ഏത് സ്ഥാനമാണോ നോക്കണ്ടേ? 10ൻ്റെ സ്ഥാനത്ത്. ഇവിടെ 6, ഇവിടെ 5. ഏതാ ചെറുത്? 5. അപ്പോൾ 5 ഇങ്ങോട്ട് വെക്കുക. 6 അല്ലേ വലുത്, അപ്പോൾ 6 ഇങ്ങോട്ട് വെക്കുക. സ്മോൾ 5, ലാർജ് 6. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്, ലാർജ് എന്ന് പറഞ്ഞാൽ വലുത്. ബിഗ് എന്നും പറയാം, ലാർജ് എന്നും പറയാം. 455 സ്മോൾ ആണ്, 465 ബിഗ് ആണ്. ഇവിടെ 10സിലായിരുന്നു വ്യത്യാസമുള്ളായിരുന്നത്. 100s എല്ലാം സെയിം ആണ്, 1s സെയിം ആയിരുന്നു. അപ്പം നമുക്കിതൊന്ന് മാറ്റിക്കാം. ഇനി നമുക്ക് അടുത്ത 2 മൂന്നക്ക സംഖ്യ എടുത്താലോ? ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിവിടെ വെക്കുന്നു. 205, 205. ഇത് 201, 201. ഇനി നമുക്കിത് വലുതും ചെറുതും എങ്ങനെയാണെന്ന് നോക്കാം. എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. 100സിൻ്റെ ഈ 2 100സിലും സെയിം ആണ്, 2 2. ഈ 10സിൻ്റെ സ്ഥാനത്ത് 2ഉം 10സിൻ്റെ സ്ഥാനത്തും 0 0, അത് സെയിം ആണ്. ഇനി 1സിൻ്റെ സ്ഥാനത്ത് സെയിം ആണോ നിങ്ങൾ നോക്കിക്കേ. അല്ലല്ലേ? ഏതായിരിക്കും വലുത്, ഏതായിരിക്കും ചെറുത്? 1 ചെറുതല്ലേ? അപ്പോൾ 1 അങ്ങ് മാറ്റി വെക്കാം. മറ്റേതെടുത്ത് വെക്കുക. കണ്ടോ? ഞാൻ ഇത് വായിക്കാം. സ്മോൾ 201, ലാർജ് 205. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 മൂന്നക്ക സംഖ്യകൾ എടുത്താലോ? എടുത്ത് വെച്ച് 476, 476. 476, 476. ഇനി നമുക്ക് 100s and 10s 1s എല്ലാം നോക്കിയാലോ? 2 100സിൻ്റെ സ്ഥാനത്ത് 4, അത് സെയിമാണ്. പിന്നെ
ടെൻസിൻ്റെ സ്ഥാനത്ത് 7 അത് സെയിം ആണ്. വൺസിൻ്റെ സ്ഥാനത്ത് 6 സെയിം ആണ്. ഇതിലേതാണ് ലാർജ്, ഇതിലേതാ സ്മോള്? അപ്പോൾ ഇത് 2 നമ്പറിൽ ഈക്വൽ ആണല്ലേ, സെയിം അല്ലേ? അപ്പോൾ ഈക്വൽ ഇടാം. 2 നമ്പറിൽ ഈക്വൽ ആണ്. 476 ഈക്വൽ 476. ഇത് 2 ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. കണ്ടുപിടിച്ച നമ്പേഴ്സ് എല്ലാം ഇനി ഒന്നും കൂടി അടുക്കി വെക്കാം. 476 581, 476 and 581. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? 2 നമ്പറിൻ്റെയും ഹൺഡ്രഡ്സും ടെൻസും വൺസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അടുത്ത 2 നമ്പർ എടുക്കാം. 455 465, 455 and 465. ഹൺഡ്രഡ്സ് സെയിം ആണ്, വൺസ് സെയിം ആണ്, ടെൻസ് ഡിഫറെൻ്റ് ആണ്. അടുത്ത നമ്പർ എടുക്കാം. 201 205, 201 205. ഇവിടെ 2 നമ്പേഴ്സിൻ്റെയും ഹൺഡ്രഡ്സും ടെൻസും സെയിം ആണ്, വൺസ് മാത്രം ഡിഫറെൻറ്റ്. ഇനി നമുക്ക് അവസാനത്തെ നമ്പറും കൂടി വെക്കാം. 476 476, 476 476. 2 സെയിം ആണല്ലേ, അപ്പോൾ ഈക്വൽ ഇടാം. ഈക്വൽ 476 ഈക്വൽ 476. 3 സംഖ്യയുടെ കമ്പാരിസൺ ഇപ്പോൾ മനസ്സിലായോ? നമുക്ക് കാർഡ് തയ്യാറാക്കാം. അതിനായി നമ്മൾ ചാർട്ട് പേപ്പർ എടുക്കുന്നു, പിന്നെ പെൻസിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ചാർട്ട് എടുക്കുന്നു, പിന്നെ ഒരു പെൻസിൽ എടുക്കും. അപ്പോൾ നമുക്ക് എഴുതാം. നമ്മുടെ ചാർട്ട് പേപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നമ്പേഴ്സ് എടുക്കാം. ഒന്നാമത്തെ സെറ്റ് നമുക്ക് ചാർട്ടിൽ എഴുതിയാലോ? എടുത്ത സംഖ്യകൾ 581 476, സ്മോൾ 476, ലാർജ് 581. അടുത്ത സെറ്റിനി നോക്കാം. രണ്ടാമത്തെ സെറ്റ് എടുക്കാം. Numbers 455 465, small 455, large 465. അടുത്ത സെറ്റ് എഴുതാം. 3. $205 $201, small 201, large 205. ഇനി അടുത്ത സെറ്റ് നോക്കാം. 4. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ചാർട്ടാണിത്. നമ്മൾ സംഖ്യകളെല്ലാം എഴുതിയിട്ടുണ്ട്. 3 ഡിജിറ്റ് നമ്പറിൻ്റെ കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏവർക്കും നന്ദി. ശുഭദിനം.